ഹോണറിന്റെ ഒരു കിഡിലൻ സ്മാർട്ട് ഫോണായ ഹോണർ 200 സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 6.7 ഇഞ്ചിന്റെ OLED കോഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 436 ppi പിക്സൽ ഡെൻസിറ്റി. സ്ക്രീൻ ബോഡി റേഷ്യോ വരുന്നത് 89.96%. 4000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്, 120 Hz റിഫ്രഷ് റേറ്റ്. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 4 നാനോമീറ്റർ പ്രൊസറാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ GPU വരുന്നത് Adreno 720 ആണ്. വളരെ മികച്ച പ്രൊസസർ തന്നെയാണ് ഇത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോൺ നൽകിയിട്ടുള്ളത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് എന്നിങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് 50x വരെ ഡിജിറ്റൽ സൂമും 2.5x വരെ ഒപ്റ്റിക്കൽ സൂമും സാധ്യമാവുന്നതാണ്. 4K 30 fps വീഡിയോസ് എടുക്കാവുന്നതാണ്. OIS EIS സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ ഫോണിന്റെ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയിൽ 4K 30 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5200 mAh സിലിക്കോൺ കാർബൺ ബാറ്ററി, 100 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ്, ഡുവൽ 5G സിം സപ്പോർട്ട്, വൈഫൈ വെർഷൻ 6E യും ബ്ലൂടൂത്ത് വെർഷൻ 5.3യുമാണ് ഈ ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. NFC സപ്പോർട്ട് നൽകിയിരിക്കുന്നു. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഹോണർ ഈ ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. 7.7mm തിക്നെസ്സും 187 ഗ്രാം വെയിറ്റുമാണ് ഈ ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. സ്ക്രീനിൽ കാണുന്ന ഈ വേരിയന്റുകളിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കണ്ട.